ഒന്ന് രണ്ട് ആയത്തുകൾ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. കല്ലാ ഇദാ ബലഗതിത് തറാഖി വഖീല മൻ റാഖ് വظن أنه الفراق والتفت الساق بالساق إلى ربك يومئذ المساق. സൂറത്തുൽ ഖിയാമയാണ് ഞാനിപ്പോൾ ഓതിയത്. കല്ലാ ഇദാ ബലഗതിത് തറാഖി, റൂഹ് തൊണ്ടക്കുഴിയിലെത്തിയാൽ, അതാ മരിക്കാൻ കിടക്കുന്ന മനുഷ്യൻ, അദ്ദേഹത്തിന്റെ റൂഹ് തൊണ്ടക്കുഴിയിലെങ്ങ് എത്തിക്കഴിഞ്ഞാൽ, വഖീല മൻ റാഖ്, വാപ്പ മരിക്കാൻ കിടക്കുന്നു, അല്ലെങ്കിൽ ഉമ്മ മരിക്കാൻ കിടക്കുന്നു, ഭാര്യയോ ഭർത്താവോ മക്കളോ മരിക്കാൻ കിടക്കുന്നു, അല്ലെങ്കിൽ കൂട്ടുകാരൻ മരിക്കാൻ കിടക്കുന്നു. ആ സമയത്ത് അവിടുന്ന് ചോദിക്കപ്പെടുകയാണ്, പറയപ്പെടുകയാണ്, മൻ റാഖ്, വല്ല മന്ത്രിക്കാൻ അറിയുന്നവരുമുണ്ടോ? മന്ത്രിക്കാൻ അറിയുന്ന ആരെങ്കിലുമുണ്ടോ? സുബ്ഹാനല്ലാഹ്, സക്കറാത്തിന്റെ സമയത്ത് ആരെങ്കിലും മന്ത്രിക്കാനുണ്ടോ എന്നിങ്ങനെ അവിടുന്ന് ചോദിക്കപ്പെടുകയാണ്. വാപ്പ സക്കറാത്തിലാണ്, ഉമ്മ സക്കറാത്തിലാണ്. അപ്പോഴാണ് പള്ളിയിലെ ഉസ്താദ് ഇവിടെ ഉണ്ടോ, അല്ലെങ്കിൽ ഉസ്താദിന്റെ അടുത്ത് കൊണ്ടുപോയി ഒരൽപ്പം വെള്ളം മന്ത്രിച്ചു കൊണ്ടുവരാം, ഇങ്ങനെ മന്ത്രിക്കാൻ വേണ്ടി അതാ മന്ത്രിക്കുന്ന ആളുണ്ടോ എന്നവിടുന്ന് ചോദിക്കപ്പെടുകയാണ്. മരിക്കാൻ കിടക്കുന്ന മനുഷ്യൻ ഉറപ്പായി പോയി. ഇത് അതാ വിട്ടുപിരിയലാണ്. ഇത് വിട്ടുപിരിയുന്ന സമയമാണ്. സ്വന്തം ഭാര്യ, വർഷങ്ങളോളം കൂടെ ജീവിച്ച ഭാര്യയുമായി ഇപ്പോൾ വിട്ടുപിരിയാൻ പോകുകയാണ്. അതാ സ്വന്തം മക്കളെ വിട്ടുപിരിയാൻ പോകുകയാണ്. അതേ, ഉമ്മ വാപ്പമാരെ വിട്ടുപിരിയാൻ പോകുകയാണ്. അതുപോലെ അതാ സ്ഥാപനങ്ങളും അതുപോലെ വീടുകളും വാഹനങ്ങളുമെല്ലാം വിട്ടുപിരിയാൻ പോകുകയാണ്. മരണം ആസന്നമായ മനുഷ്യന്റെ അവസ്ഥയാണ്. അവൻ ഉറപ്പിച്ചുപോയി, ഇത് വേർപാടിന്റെ സമയമാണ്. സുബ്ഹാനല്ലാഹ്, കൂടെയുള്ളവർ അതാ ഭാര്യ നിലവിളിക്കുന്നു, ഭർത്താവ് കരയുന്നു, ഉമ്മവാപ്പമാര് കരയുന്നു, മക്കള് നിലവിളിക്കുന്നു. ഇവന് ബോധ്യപ്പെട്ടു പോയി, വിട്ടുപിരിയാൻ പോകുകയാണ്. സുഹൃത്തുക്കളെ, ചിന്തിച്ചു നോക്കൂ, മരണത്തിന്റെ ഭീകരമായ അവസ്ഥകൾ ഇതെല്ലാവർക്കും അനുഭവിക്കാനുള്ളതാണ്. സുബ്ഹാനല്ലാഹ്, ഒരു കൊല്ലത്തേക്കോ 2 കൊല്ലത്തേക്കോ ഭർത്താവ് വിദേശത്തേക്ക് പോകുകയാണെങ്കിൽ, സുബ്ഹാനല്ലാഹ്, പോകുന്ന സമയത്ത് ആ ഭർത്താവിന്റെ മനസ്സിൽ എത്ര വിഷമമാണ്, പോകുന്ന സമയത്ത് ഭാര്യയുടെ മനസ്സിൽ എത്ര വേദനയാണ്. 2 കൊല്ലം നേരിട്ട് ഇനി കാണാൻ പറ്റൂലല്ലോ, എന്നാലോ പോകുന്ന വഴിക്ക് തന്നെ എത്ര ഫോൺ കോളുകളാണ്, വീഡിയോ കോളുകളാണ്. പോയി അവിടെ എത്തിയാലും നേരിട്ട് അതാ അല്ലെങ്കിലും വീഡിയോയിലും മറ്റൊക്കെ കാണാനുള്ള അവസരമുള്ള കാലമല്ലേ ഇന്ന്. പക്ഷേ ഭർത്താവ് അതാ വിദേശത്തേക്ക് പോകുന്ന സമയത്ത് ഭാര്യയുടെ മനസ്സിൽ എന്തൊരു വിഷമമാണ്. അതുപോലെ അതാ ഉമ്മവാപ്പമാരുടെ മനസ്സിൽ എന്തൊരു ബേജാറാണ്. എന്റെ മകനെ കുറെ സമയത്തേക്ക് ഇനി കാണാനില്ലല്ലോ, നേരിട്ട് കാണാനില്ലല്ലോ, എന്റെ ഭർത്താവിനെ അടുത്തൊന്നും നേരിട്ട് കാണാനില്ലല്ലോ എന്ന വേർപാടിന്റെ ദുഃഖം എത്രമാത്രമുണ്ട്. വിദേശത്തുള്ള അതാ പ്രവാസി സുഹൃത്തുക്കൾക്കറിയാം, പ്രവാസികളുടെ ഭാര്യമാര് ധാരാളമുണ്ടാകും, അവർക്കൊക്കെ അറിയാം ഈ വിഷയങ്ങൾ. എത്രയാണ് അവരുടെ പ്രയാസം, ഭർത്താവ് കൂടെ ഇല്ലാത്ത അവസ്ഥകൾ, അത് വല്ലാത്ത പ്രയാസമുള്ള അവസ്ഥകളാണ് സുഹൃത്തുക്കളെ. എന്നാൽ ഈ ഫിറാഖുണ്ടല്ലോ, മരണമാസന്നമായി അവൻ ഉറപ്പിച്ചുപോയി, ഇത് വേർപാടാണ്. ഭാര്യയെ വിട്ടുപിരിയുന്ന സമയമാണ്, കുടുംബത്തെ വിട്ടുപിരിയുന്ന സമയമാണ്. ഇതേത് വിട്ടുപിരിയലാണ്? ഒരു കാലത്തും ഇനി തിരിച്ചു വരാനില്ല. പോകുന്ന വഴിക്ക് ഫോൺ കോളുകളില്ല, എത്തിയോ എന്നറിയാനില്ല. സുബ്ഹാനല്ലാഹ്, യാത്രക്കിടയിൽ ഒന്നും സംസാരിക്കാനില്ല.
ആരോടുമൊന്നും പറയാനില്ല. പോയി കഴിഞ്ഞാലോ എവിടെയാണ് കൊണ്ടുപോയി കിടത്തുന്നത്? 6 അടി മണ്ണിലാണ്. ഇന്ന് വരെ ഉള്ള വീടില്ല, ഇന്ന് വരെ ഉള്ള കൊട്ടാരമില്ല, നല്ല എയർ കണ്ടീഷൻ റൂമില്ല, ഫാൻ സംവിധാനമില്ല, കട്ടിലുകളില്ല, തലയണയില്ല, കിടക്കയില്ല, ഒന്നുമില്ല, വിരിപ്പില്ല. മണ്ണിൽ കൊണ്ടുപോയി കിടത്തുകയല്ലേ. ഇതെന്റെയും നിങ്ങളുടെയും ഒക്കെ അവസ്ഥയല്ലേ. അവൻ ഉറപ്പിച്ചു പോയി ഇത് മരണമാണ്, ഇത് വിട്ടുപിരിയുന്ന സമയമാണ്. ആ രംഗമൊന്ന് ചിന്തിച്ചു നോക്കൂ. കൂട്ടുകാരെയും നാട്ടുകാരെയും വീട്ടുകാരെയും ഇഷ്ടജനങ്ങളെല്ലാം വിട്ടുപിരിഞ്ഞു പോകുന്നൊരു യാത്ര. സുബ്ഹാനല്ലാഹ്. അവനവൻ ചെയ്ത സൽക്കർമ്മങ്ങൾ മാത്രം കൂടെ നിൽക്കുന്ന സമയം. ആ സമയത്ത് വിജയിക്കുന്നവനാണ് ശരിയായ വിജയം ലഭിച്ചവൻ. അതിനുവേണ്ടി ഈ ഭൂമി ലോകത്ത് ജീവിക്കുമ്പോൾ നല്ല കാര്യങ്ങൾ ധാരാളം ചെയ്ത് തഖ്വയോടെ ജീവിച്ച് മരിക്കാൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. യജമാനനായ റബ്ബിന് തൗഫീഖ് നൽകട്ടെ. വല്ലന്ന അന്നഹുൽ ഫിറാഖ് വൽ തഫ്ഫത്തിസ് സാഖു ബിസ്സാഖ്. കണങ്കാലിനോട് കൂടിച്ചേർന്ന് പോയി മരണത്തിന്റെ രംഗം പറയുകയാണ്. പരിശുദ്ധ ഖുർആനാണ്. വൽ തഫ്ഫത്തിസ് സാഖു ബിസ്സാഖ്. കണങ്കാലിനോട് കൂടിച്ചേർന്നു പോയി. ഇലാ റബ്ബിക യൗമഇദിനിൽ മസാഖ്. അന്ന് നിന്റെ റബ്ബിലേക്കാണ് നിന്നെ തൊളിച്ചു കൊണ്ടുപോകുന്നത്. നിന്നെ എഴുന്നള്ളിപ്പിക്കുന്നത് റബ്ബിലേക്കാണ്. യജമാനനായ റബ്ബിലേക്കുള്ള യാത്രയിലാണ് നീ.